നമസ്കാരം. വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്ക് അടുക്കള കേവലം ജോലി ചെയ്യാനുള്ളൊരിടമായി കാണാതെ ഐശ്വര്യം നൽകുന്ന വീട്ടിലെ രണ്ടാമത്തെ പൂജാമുറിയെ തന്നെ വേണം കണക്കാക്കാൻ. അങ്ങനെയുള്ള അടുക്കളയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം എച്ചിൽ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകാതെ രാവിലെ കഴുകാം എന്ന് കരുതി അടുക്കളയിൽ വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന രീതി വലിയ ദോഷം ചെയ്യും. അതിനാൽ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അടുപ്പും സ്ലാബും അടുക്കളയിലെ എച്ചിൽ പാത്രങ്ങളും ഒക്കെ പൂർണ്ണമായി വൃത്തിയാക്കി വെച്ചിട്ട് ഉറങ്ങിയാൽ ആ വീട്ടിൽ ഒരിക്കലും പണത്തിനോ ധാന്യങ്ങൾക്കോ യാതൊരു പഞ്ഞവും ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. അതുപോലെ ഉപ്പെന്നത് മഹാലക്ഷ്മിയുടെ നേരിട്ടുള്ള അംശമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അടുക്കളയിലെ ഉപ്പ് ഭരണി ഒരിക്കലും പൂർണ്ണമായി കാലിയാകാൻ അനുവദിക്കരുത്. ഉപ്പ് തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി നിറച്ചു വെക്കണം. പൊട്ടിയ പാത്രങ്ങൾ ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കരുത്. ഇത് കുടുംബ അംഗങ്ങൾക്കിടയിൽ കലഹങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് പൂർണ്ണമായി ഒഴിവാക്കുക. ഇങ്ങനെ അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിച്ചാൽ അത് കുടുംബ അംഗങ്ങൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിൽ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അമ്മേ ശരണം എന്നൊന്ന് കമന്റ് രേഖപ്പെടുത്താനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.